നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ളൊരു റാപ്പ് തയ്യാറാക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മൈദ കൊണ്ടുള്ള ബാറ്റർ ഒന്ന് ഇളക്കിയിട്ട് അതിൽ ചെറിയ പൊടികളൊക്കെ കാണും മറ്റേ കട്ട്ലറ്റിൻ്റെയൊക്കെ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊന്ന് കോരി ഇങ്ങോട്ട് വയ്ക്കുക. മതി. ഇനി ചുറ്റിച്ച് കൊടുത്ത ശേഷം ഇത് വേവട്ടെ. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഈ സൈഡായി, അടുത്ത സൈഡ് കൊണ്ട് ആവട്ടെ. ഇനി നമ്മൾ ഈ റാപ്പിലേക്ക് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയത് വയ്ക്കുക. എന്നിട്ടത് ഫോൾഡ് ചെയ്യുക ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും മതി. നമ്മളത് ഇവിടെ വയ്ക്കുക. ഇനി നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കാനായിട്ട് നമ്മൾ 2 തവയെങ്കിലും ഉപയോഗിച്ച് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ പൊട്ടിപ്പോവും. ചുമ്മാ എണ്ണയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ദോശക്കല്ലിൽ പറ്റി പിടിച്ചത് എണ്ണ കൊണ്ടായാലും മതി. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തൊന്ന് എടുക്കുക. ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ പ്രോൺസ് കം ഗ്രീൻ പീസ് കട്ട്ലറ്റ് വിത്ത് റാപ്പ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.